ലോക ചരക്ക് വ്യാപാരത്തിന് പുതിയ കവാടമാകാൻ ഒരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. തുറമുഖത്തു നിന്നുള്ള സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. വിഴിഞ്ഞം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്തിന്റെ പൊതുവായ വികസന കുതിപ്പിന് ഈ വിഴിഞ്ഞം തുറമുഖം ഒരു പങ്ക് വഹിക്കണമെങ്കിൽ തീർച്ചയായും ഇവിടെ നിന്നുള്ള എക്സിം സജീവമായി നടക്കണം, എക്സ്പോർട്ടും ഇമ്പോർട്ടും എല്ലാം. ആ നിലയ്ക്ക് എക്സ്പോർട്ട് ആരംഭിക്കുകയാണ് ഇന്ന്. എത്രത്തോളം നിർണായകമാണ് ഇന്നത്തെ ഈ ദിവസം? അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടനം കൂടി നടക്കുകയാണല്ലോ. എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ഗുഡ് മോർണിംഗ്. വിഴിഞ്ഞം തുറമുഖ അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ ഒരു പൂർണ്ണ അവസ്ഥയിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ 2025 മെയ് 2-നാണ് ഔദ്യോഗികമായി പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം ഓരോ നാഴികക്കല്ലുകളായി വിഴിഞ്ഞം തുറമുഖം പിന്നിട്ടിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു പൂർണ്ണ അവസ്ഥയിലേക്ക് വിഴിഞ്ഞം ഒരു തുറമുഖം എങ്ങനെയാണോ വേണ്ടത് ആ നിലയിലേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ചരക്ക് കയറ്റുമതിയും ഇറക്കുമതിയും ഇന്നു മുതൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് സാധ്യമാവുകയാണ്. ആദ്യ കയറ്റുമതി കപ്പലിന്റെ ഫ്ളാഗ് ഓഫ് ആണ് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കാൻ പോകുന്നത്. മുൻപ് ഈ കപ്പലുകൾ വഴി കണ്ടെയ്നറുകളുള്ള ട്രാൻസ്ഷിപ്മെന്റ് ആണ് ഇതുവരെ വിഴിഞ്ഞം തുറമുഖത്ത് നടന്നിരുന്നതെങ്കിൽ ഇനി അങ്ങനെയല്ല. അത് കരമാർഗമുള്ള കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് പുറകിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നമുക്ക് കാണാൻ കഴിയും. അത് 10:45 മുഖ്യമന്ത്രി ഇവിടെ എത്തിക്കൊണ്ട് ഈ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം അതിൻ്റെ നിർവഹിക്കാൻ പോകുന്നത്. അതിനുശേഷം 11 മണിയോട് കൂടിയിട്ടാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ്. അതോടൊപ്പം തന്നെ ഹർഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള മിഷൻ സമുദ്ര അതിൻ്റെ ഉദ്ഘാടനം കൂടി ഇന്ന് നടക്കും. 8 വ്യവസായ ക്ലസ്റ്ററുകൾ, 3 പുതിയ നഗരങ്ങൾ, 600 കിലോമീറ്റർ വരുന്ന തീരപ്രദേശത്തെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ തീര നഗരം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു തീരം നഗരം എന്ന നിലയ്ക്ക് കേരളത്തെ മാറ്റുന്ന പദ്ധതിയാണ് മിഷൻ സമുദ്ര. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം കൂടി ഇന്ന് നടക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എക്സിം ഉദ്ഘാടനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് സംസ്ഥാനത്തിൻ്റെ വികസന സാധ്യതകൾ കൂടി തുറന്ന് വിടുന്നതാണ്. ഇപ്പോൾ അനുബന്ധ വികസനങ്ങൾ പ്രകാരമാണ് സംസ്ഥാനത്തിന് വരുമാനം വരുന്നതെങ്കിൽ ഇത് റോഡ് മാർഗമുള്ള ചരക്ക് വേഗത ഒക്കെ പോകുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് ഈ പ്രാദേശികമായിട്ടുള്ള ചരക്കുകൾ, ഇപ്പോൾ കേരളത്തിൽ ഉള്ള ചരക്ക് കയറ്റുമതി അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കയറ്റുമതിക്കൊക്കെ ഇങ്ങോട്ടേക്ക് വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, മറ്റ് ഇടങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ഉണ്ടാകും. അങ്ങനെ ഒരു കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് തുടക്കം ആകുന്നു എന്നുള്ളതാണ്. അത് ഒരു തുറമുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. എങ്ങനെ സംസ്ഥാനത്തിന് വരുമാനം, ഇപ്പോൾ അദാനിക്കാണ് ഇതിൻ്റെ വരുമാനത്തിലേറെയും ലഭിക്കുന്നതെങ്കിൽ സംസ്ഥാനത്തിന് വരുമാനം കിട്ടാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അത് അനുബന്ധ വികസനമായി, തൊഴിലവസരങ്ങളായി ഒക്കെ സംസ്ഥാനത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു നിർണായകമായിട്ടുള്ള ദിനമാണ് ഇന്ന്. അത് 10:45 മുഖ്യമന്ത്രി ഔദ്യോഗികമായി തന്നെ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹർഷൻ. റൈറ്റ്. അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.